അതൊക്കെ നമ്മുടെ നാട്. അടിയോടി റാണി ഫാഷൻ സെന്റർ. റാണി ഇവിടെ ഫോണ് അത്യാവശ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമ്പോ ചെയ്യാനായിരിക്കും ഫോണ്. എന്തെങ്കിലും പെട്ടെന്ന് മുമ്പിലുള്ളൊരു വണ്ടി മാറുമെന്ന് പറയാനായിട്ട്. ആണോ? കാണുന്നില്ല. എന്തോ കണ്ടു എല്ലാം ഉണ്ട്. ഇത് ലിറ്റിൽ ഇന്ത്യയാണ്. ലിറ്റിൽ ഇന്ത്യ ആണ് സ്ഥലം. എല്ലാം ഉണ്ടാവും. ഇന്ത്യയില് ഉള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ടാവും. ഇതേ അടയാർ ആനന്ദഭവൻ പിന്നെയും കിട്ടി. നമ്മുടെ റൂമിന്റെ അടുത്തുണ്ടായിരുന്നു. ഇതേ ഇപ്പൊ നമ്മള് കറങ്ങാൻ പോയ സ്ഥലത്തും ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോകും. ഒതുക്കാൻ പറ്റില്ലേ? നമ്മൾ ലിറ്റിൽ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലം. എല്ലാം കിട്ടും. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളറിയാലോ. പ്യുവർ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് പിന്നെ ഒരു ആനന്ദവൻ കണ്ടുപിടിച്ച് ലഞ്ച് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. സ്പെഷ്യൽ വെജ് ഫ്രൈഡ് റൈസ്, പനീർ, വെജിറ്റബിൾസ്, മഷ്റൂം എല്ലാം ഉണ്ട്. താൻ പറഞ്ഞില്ലേ പാനിപ്പൂരി വേണോന്ന്? സച്ചു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ല. ചേട്ടന്മാർ ഫുഡ് ലൈറ്റ് ഉണ്ടോ? ഡെസേർട്ട് എന്താ വേണ്ടത്? നമുക്ക് അവിടെ ചെന്ന് നോക്കിയാലോ. ഡെസേർട്ട് എവിടെയുള്ളൂ? എന്താ ഡെസേർട്ട് വേണം? ഡെസേർട്ടാണ് സച്ചു ആദ്യം കഴിക്കണം അല്ലേ? ഷോ സച്ചു ഇവിടെ സമോസയുണ്ട്. സച്ചു സച്ചുനുള്ള സച്ചു പറഞ്ഞിട്ടാ സമൂസ വേണോ അതും വേണോന്ന് പറഞ്ഞിട്ട് ദേ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. സച്ചുവിന്റെ ഫസ്റ്റ് വന്നല്ലോ ഫുഡ്. സമൂസ. എന്തുകൊണ്ടാണ് സമൂസ വന്നത്? ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് കണ്ടിട്ടാണല്ലോ സച്ചിന് വേണോന്ന് പറഞ്ഞത്. ഇവിടെ ഫ്രൈഡ് റൈസ് വന്നു. ഇത് പച്ചയിൽ എന്താ ടൊമാറ്റോ സോസ് പച്ചയിൽ. ചപ്പാത്തി ഉണ്ടല്ലോ. ചപ്പാത്തി ഉണ്ട്. ഇത് പായസമാണോ? നീക്കി വെച്ചോ? അല്ലല്ല ഫ്രൈഡ് റൈസ് ആണോ? അമ്മ എല്ലാം പുറത്തിറക്കി വെച്ചോ? ഇതാണമ്മ പായസം. പപ്പടം നീക്കി വെച്ചോണ്ട് ചപ്പാത്തിക്ക് അറിയാതാ തോന്നുന്നുണ്ട്. അമ്മക്കത് മതി. അമ്മ സച്ചിനേക്കാളും കുറവാൻ ചോറുന്നത്. അമ്മ എന്താ കർഡ് റൈസാ? ഫ്രൈഡ് റൈസ് ഒക്കെ പൊളിയാണല്ലോ. അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടാ? എന്നാലും നല്ല എനിക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ ഫ്രൈഡ് റൈസ്. സച്ചിന് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അമ്മ തരാട്ടോ ടേസ്റ്റ് ചെയ്യാം. പൈനാപ്പിൾ, പാനിപ്പൂരി, വേൽപ്പൂരി, പാനിപ്പൂരി ഇപ്പൊ റെഡി ആവോട്ടാ. ഇപ്പൊ
അറിയാവേ. ആഹാ, പപ്പടം അച്ഛൻ ജ്യൂസൊക്കെ വെച്ച് റെഡി ആയിട്ട് അല്ലടാ ഓണിയൻ ഒത്തുകൊണ്ട് നമ്മളുടെ ഫോണേ അമ്പലത്തിൽ പോയ സമയത്ത് കളഞ്ഞു പോയി. സമ്പത്തെണ്ണ അറിഞ്ഞില്ല. പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഇരിക്കണ സമയത്ത് മണ്ണിലിരുന്നപ്പോ വീഴുന്ന അഴകിയ കാവിൽ വെച്ചിട്ട് ചേട്ടൻ കള്ളുത്തിന്ന് ഇളമക്കരക്ക് പോയി. ഇളമക്കരക്ക് പോണ വഴിക്ക് ആണ് മനസ്സിലായത് ഇത് പോയെന്ന്. അങ്ങനെ അന്വേഷിച്ചിട്ട് ചെന്നപ്പോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആരും. അവിടെ ചെന്നപ്പോ അമ്മ വിളിച്ച് ആശമായി വിളിച്ച്. ആശമായി ആരാന്ന് വെച്ചപ്പോ അമ്മ എന്ന് പറഞ്ഞു. പോലീസുകാര് ചോദിച്ച് നിനക്ക് എത്ര അമ്മമാരുണ്ടാന്ന് ചോദിച്ചു. കഴിച്ചോ പാനിപ്പൂരി? അവര് ഇനി മുതൽ നിങ്ങളുടെ ഫോൺ കളയൂല, ഇപ്പൊ ആ ഫോൺ കളഞ്ഞത് കൈപ്പറ്റി എഴുതി വെക്കിട്ട് വേണം. ഫോൺ കളയൂല. എന്തിനാണാവോ നമ്മൾ തിരിച്ച് കാറിൽ കയറാൻ പോവുകയാണ്. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി ഷോപ്പിംഗ് കഴിഞ്ഞാൽ നേരെ എയർപോർട്ട് റൂം നോക്കി ഇറങ്ങണം കേട്ടോ. ഇതാണ് ലിറ്റിൽ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ വേണ്ടത്. ഇവിടെ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്. തിരുപ്പതി അമ്പലത്തിൽ പോണ പോലെ ഉണ്ടല്ലോ. തിരുപ്പതി അമ്പലത്തിൽ പോണ പോലെ അതേ പില്ലറും കാര്യങ്ങളും. മ്യൂസിയം നഗര മനസ്സിലായ മ്യൂസിയം ടവർ. പൊക്കത്തെ റോഡിൽ വന്ന് കയറിയടാ കണ്ടാ. ഇവിടെ ഒരു അമ്പലം. അപ്പൊ ഇവരൊക്കെ മാറിയാ ട്വിൻ ടവറൊക്കെ. പോലീസിന്റെ എന്താ ഇതിലെ ഒറ്റത്താണല്ലോ. അതിലെ ലെഫ്റ്റ് പോയി നമ്മള്. ഇതാണിപ്പോ ഷോപ്പിങ്ങിന് കൊണ്ടുവന്ന് ഇറക്കാൻ പോകുന്ന മാളെന്ന് തോന്നുന്നു. എന്താ പേരെന്ന് നോക്കട്ടെ. ബെർജിയ ടൈം സ്ക്വയർ. ശരിക്കും രണ്ടെണ്ണം പറഞ്ഞിരുന്നു. ഒന്നെങ്കിൽ ടൈം സ്ക്വയർ അല്ലെങ്കിൽ വേറെ ഒരെണ്ണം. അൽഫിയെ അൽഷിഫ. എന്നിട്ട് നമ്മളിപ്പോ ബെർജിയ ടൈം സ്ക്വയറിലാണ് കൊണ്ടുവന്നാക്കണം. ടൈം സ്ക്വയറിൽ വന്നേക്കണ വെച്ചു. ടൈം സ്ക്വയർ കോലാലംപൂർ. ഇവിടെ എന്താ ഉള്ളേ?
ടിക്കറ്റ്ലെസ് ട്രെയിൻ ആണ്. 6 rupees പെർ 6 rupees അല്ല 6 മലേഷ്യയിലെ കാശ് എന്താ? മലേഷ്യയിലെ കാശ് എന്താ? റിങ്കറ്റ്. ട്രെയിനിൽ കയറാൻ റെഡിയാണോ? ട്രെയിൻ ഇപ്പൊ വരും അല്ലേ? ആ അതെ, ട്രെയിൻ ഇവിടെയാണ് സ്റ്റോപ്പ്. ട്രെയിന് ഡ്രോപ്പ് അവിടെയാ, ഡ്രോപ്പ് ഓഫ് പോയിന്റ് ട്രെയിനിന്റെ കണ്ടോ? ട്രെയിൻ എത്തി. സച്ച് വെയിറ്റ് ചെയ്യണ ട്രെയിൻ എത്തി. എക്സൈറ്റഡ്? അങ്ങനെ സച്ചു മലേഷ്യൻ ഫ്ലാഗ് വെച്ച ട്രെയിനിൽ കയറാൻ പോണേ അല്ലേ സച്ചു? മലേഷ്യയുടെ ഫ്ലാഗ് കണ്ടാ എവിടെ? ഓക്കെ. ഓ തലഞ്ഞു പോയല്ലേ? ട്രെയിൻ വന്നു, ട്രെയിൻ വന്നു. സച്ചിന് ഏത് ട്രെയിനിലിരിക്കണം? ഗുഡ്സ് ട്രെയിനിലിരിക്കണോ പാസഞ്ചർ ട്രെയിനിലിരിക്കണോ? സച്ചിന്റെ ട്രെയിനിൽ പോവാണ്. ആണോ? ഫ്രീ ആയതുകൊണ്ട് കൊള്ളാലോ. അതെ, കുറച്ചുപേരും കൂടി ഫില്ലാവാനുണ്ടെന്ന് തോന്നുന്നു, അതാണ് വെയിറ്റ് ചെയ്യണത്. അപ്പൊ സമ്പത്തപ്പൻ വരും. ഇപ്പൊ സമ്പത്തപ്പൻ വരും. സമ്പത്തപ്പ ഇരിക്കൂല. പോട്ടെ. സച്ചു നടക്കിരിക്കേ, നടക്കിരിക്കേ. എവിടെ ചെന്നാലും ട്രെയിൻ 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 ട്രെയിൻ. 6 ടിക്കറ്റ് എത്രയാണ്? 20. ലുലു 150 രൂപയല്ലേ? ലുലു 150 രൂപയല്ലേ ട്രെയിനിന്? ലുലുവിനേക്കാൾ ലാഭമാണ്. ട്രെയിനല്ലേ? ട്രെയിനിന് അവിടെ 150 രൂപ. 120. ലുലു 150 രൂപയാണ്. 120 അല്ല 108. 108 രൂപ. ഇവിടെയാണ് വിലക്കുറവ്. ഞാൻ പറഞ്ഞേ സച്ചിന് എവിടെ പോയാലും ട്രെയിൻ ട്രെയിൻ. ഞാൻ പറഞ്ഞേ വില കൂടുതലാണെങ്കിൽ ഞാൻ ഇരുത്തില്ലെന്ന് പറഞ്ഞപ്പോ സച്ച് പറഞ്ഞേ അമ്മ 10 ആണെങ്കിൽ മാത്രം എന്നെ ഇരുത്തിയാ മതി, അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ മനസ്സിലായി. ഇന്ത്യയിലെ
ഇന്ത്യയിലെ 10ന്റെ 20 മൾട്ടിപ്ലൈ ചെയ്യണം 200 rupees ആവും. പക്ഷെ നോക്കിയപ്പോ ഭാഗ്യത്തിന് 6 റിങ്കറ്റ്സ് ഉണ്ടായിരുന്നു. അതെ, ഇവിടെ എന്തായാലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊന്നുമില്ല. എയർപോർട്ടിലെ കൊച്ചിയിലെ ഡ്യൂട്ടി ഫ്രീ അതെന്തെങ്കിലും നമുക്ക് വാങ്ങാം. പിന്നെ ആശമ്മയ്ക്ക് മറ്റേ തായ്ലാൻഡിന്റെ ഒരു സാധനം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. അല്ലെങ്കിൽ അടുത്ത് ചോദിച്ചപ്പോ ഇയാള് പറഞ്ഞു അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഞാനത് ബഡ്ജറ്റായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയാനേന്ന്. നമുക്കറിയില്ലല്ലോ ഈ ഇങ്ങനെ ഹനീഫ സ്ക്വയർ എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചു അതെ ആ ഒരു മാർക്കറ്റ് പോലെ. ിയോ ബർജയ ടൈംസ് സ്ക്വയർ. ഇതൊരു ഷോപ്പിംഗ് മോളാണ്, ഇവിടത്തെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പിംഗ് മോളാണ്. ഒന്നും കിട്ടിയില്ലെന്ന് പറയണ്ട. സജ്ജു എന്ത് ചെയ്ത്? ട്രെയിനിൽ പോയി. ഒന്നല്ലോ ട്രെയിനിൽ പോയി. മോണോറെയിൽ. Sachu, back to airport. Not back to airport. Pinne? Go to airport. Sit in the plane. Land in the other airport. And book a Mukke? Cab. Cab and go straight to India. Go straight to home. Our home is in India. Okay. ഈ വെള്ളം നിറക്കെ നടക്കത്താവുമായിരുന്നു പപ്പ നേരത്തെ പോയപ്പോ. ആ പന്നിയുടെ മേത്തൂടി അല്ലായിരുന്നു അപ്പൊ ആ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് നോക്കണ സമയത്ത് അങ്ങനെ തോന്നിയ പന്നി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണം, മൂത്രയിച്ചുകൊണ്ടിരിക്കണേലും. ഈ വലിയ ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ലോങ്സ്റ്റ് ബിൽഡിംഗ്. തന്നെയല്ലേ തന്നോട് അവിടെ കേൾ ടവറിലൊരു ഡാൻസ് കളിക്കാൻ പറഞ്ഞത്? എന്നിട്ട് കളിച്ചാ? നന്നായി നന്നായി. എടാ അതെ സച്ച് പറയണത് സച്ചിന് തോന്നുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ മൂടുള്ള ഒരു സമയത്ത് ചെയ്യുന്നല്ലേ, പക്ഷെ അതൊരു കർപ്പത്തരമാണ്. പറയാൻ പാടില്ലേ ജിങ്ക് ജിക്ക ജിക്ക് ജിക്ക ഡാൻസ് അല്ലേ? അതിന്റെ അടിയിൽ ഞാനൊന്ന് നോക്കി പ്രത്യേകിച്ചൊന്നും കണ്ടില്ല.
ജാംജു ഫൈനലി നമ്മളുടെ മലേഷ്യ ട്രിപ്പ് പരിപാടിയായി. നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് കയറി മുകളിൽ കയറി ഇരിക്കണുണ്ടോ? എന്താണത്? ആ എയർ ഏഷ്യയുടെ ഓഫീസർ. ഈ ഡ്രസ് ഇട്ടാ മോംസ് ബോസ് അറൗണ്ട് ഹിയർ. ആരാണ് മോംസ് ബോസ്? എന്റെ അമ്മയുടെ ബോസ്. അമ്മയുടെ ബോസ് അങ്ങനെയല്ല. ഡിപ്പാർച്ചേഴ്സ് ആണത്. ഡിപ്പാർച്ചേഴ്സ് സച്ചുകുട്ട. ഓക്കെ എന്താ ചെമ്പരത്തി അല്ലേ? വാ പോവാം. വാ ഫാൻ കണ്ടോ? ഫാൻ എന്ത് പടമാണ്? നമ്മുടെ ഗേറ്റ് ഡീറ്റെയിൽസ് കിട്ടി. L9 കേട്ടോ. അതെ L14. ആണോ? എങ്ങനെ മനസ്സിലായി? ബാഡ്ജ് ഉണ്ടാ? യു മുതൽ വൈ വരെയുള്ള യു മുതൽ വൈ വരെയുള്ളതിൽ നമുക്ക് ചെയ്യാം, ചെക്ക് ഇൻ ചെയ്യാം. എന്നാ പിന്നെ ഇനി മുതൽ എടുക്കൂല കേട്ടാ. സച്ചിന് വെയിറ്റ് എടുത്ത് നല്ല പ്രാക്ടീസ് അല്ലേ? ഞാൻ നോക്കിയിട്ടും വരാം. മുമ്പത്തെ കാറിന് മാറ്റാൻ അതേപോലെ ഇതിന് ഞങ്ങളെ മാറ്റാൻ സമയത്ത് സച്ചുവിനെ കാണുമ്പോ നല്ല വെച്ച ബാക്കിയുള്ളവരുടെ മുമ്പിലൊക്കെ സച്ചു ചെയ്താ പറ്റും. സൂപ്പറായിട്ട് നടക്കണമെങ്കിൽ ബാഗൊക്കെ തൂക്കിട്ട് നടക്ക്. സൂപ്പർമാൻ അല്ല, ഇത് സ്പൈഡർമാൻ ആണല്ലേ. നമ്മള് വെബ് ചെക്കിൻ ചെയ്യാൻ പോവാട്ടോ. ഇവരുടെ എന്താ ഉടായിപ്പ്? വെബ് ചെക്കിങ് അല്ല ചെയ്യാൻ പോണേട്ടോ. ഓ സോറി, നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ ബാഗേജ് കൊടുക്കാൻ പോണേട്ടോ. തന്നെ പ്രിന്റ് അടിക്കുക, തന്നെ ഡൗൺലോഡ് ചെയ്യുക, തന്നെ ബാഗ് എടുത്ത് വിടുക. അവർക്ക് പണിയെടുക്കാൻ ആൾക്കാർ കുറക്കുക, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക. കാശ് എല്ലാവരും മേടിക്കും. അതിന് ഒരെണ്ണം കൂടി നോക്കിയാൽ വരട്ടെ. നീ നിക്കണ ഗ്യാപ്പില്ലേ?
വീണ്ടും അപ്പൊ കടകൾ തുടങ്ങി. ചച്ചു പോകാം നമുക്ക്. ഓക്കെ, തള്ളിക്കൊണ്ട് പോയിക്കോളൂ. ഗോയിങ് വേ ടു ഇന്ത്യ. എവിടെ പോണത്? ഓക്കെ, ടു മലേഷ്യ. ഓക്കെ, നമ്മുടെ ഫ്ലൈറ്റ് ചെറുതായിട്ട് ഡിലേ ആയിട്ടുണ്ട്. 10:20 11:05. അപ്പോൾ നമ്മളത് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ ലഗേജുകൾ ചെക്ക് ഇൻ കഴിഞ്ഞിട്ടൊരു ചെറിയ ട്രോളി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കിത് തള്ളി നടക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്കത് 14 പോകണം. ഡിലേ കാണിക്കുന്നുണ്ട്, നോക്കാം. പിന്നെ ഗേറ്റ് ചേഞ്ച് സ്വാഭാവികമായിട്ടും ഗേറ്റ് ചേഞ്ച് ഉണ്ടാവും, നോക്കാം. അതെ അതെ സ്റ്റാൻഡ്. പിന്നെ ഈ സാധനത്തിലൊക്കെ കൊടുത്തട്ടെ ഇങ്ങനെ ഇടീ കൂടി പോയിട്ട് ഈ വടിയില്ലേ അതിന് മെസ്സേജ് വെക്കും. അപ്പൊ ഇത് വടി ഓക്കെ ഇങ്ങനെ അല്ലേ അത് ഇങ്ങനെ ആവും. ഈ സാധനം കൂടി ഇങ്ങനെ വലിയുമ്പോ ഇങ്ങനെ ആവും. ഇത് അങ്ങനെ താഴ്ച ഇങ്ങനെയുള്ളത് ഇങ്ങനെയാവും. രണ്ടെണ്ണം നമുക്ക് കയറാനുള്ള ഗ്യാപ്പ് കിട്ടും. നമുക്ക് കയറാനുള്ള ഗ്യാപ്പ് വരും അല്ലേ? ഈ ഗ്യാപ്പിൽ തന്നെ പോവാം. എന്ന് സംയുക്ത ബുക്ക് കാണിച്ചല്ലോ, എനിക്കൊന്ന് വീഡിയോ എടുക്കാനായിരുന്നു. സച്ചുവിന് സ്കൂളിൽ അന്നുള്ള കാര്യങ്ങൾ അന്നന്ന് എഴുതാൻ വേണ്ടിയിട്ട് സംയുക്ത ഡയറി ഉണ്ട്. കുട്ടികളുടെ എന്താണ് എഴുത്തും വായനയും ലാംഗ്വേജും എല്ലാം ശരിയാകാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ സച്ചു എല്ലാ ദിവസവും ആദ്യത്തെ ദിവസം എവിടെയാ ഗണപതി അമ്പലത്തിൽ പോയത് എഴുതി. രണ്ടാമത്തെ ദിവസം ഇതുപോലെ വിനായക ചതുർത്ഥിക്ക് പോയതൊക്കെ എഴുതി. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകുന്ന കാര്യം എഴുതി. പിന്നെ മലേഷ്യ എത്തിയപ്പോൾ ട്വിൻ ടവറിൽ കയറിയത് എന്തോ ഓക്കെ പെട്രോണാസ് ട്വിൻ ടവറിൽ കയറിയത് എഴുതി. മൂന്നാമത്തെ പിന്നെന്താ ഓ ഇതെന്താ സച്ചു അക്വേറിയമിൽ കാണാണോ? ആ ടണല് ടണല് തെരണ്ടി ഇതൊരു കല്ലിന് സ്റ്റാർഫിഷ് ഇവരെ മറ്റേ സീവി ഇവരെ മറ്റേ ഇത് കണ്ടത് ഇങ്ങനെ വെള്ളത്തിന്റെ ഞൊളഞ്ഞു ഞൊളഞ്ഞു തന്നെ മീൻ. എന്തോ എന്ത് സീലായിരുന്നത്? എന്ത് ഈലായിരുന്നു? എന്തോ ഒരു ഈല്, സ്നോയില്. അമ്പോ. പിന്നെ എന്തായിരുന്നു ഇതൊക്കെ എന്താടാ ഈ സാധനങ്ങളൊക്കെ? ഈ ബിൽഡിംഗ് ഒക്കെ എന്താണ്? ബിൽഡിംഗ് അല്ലേ? പിന്നെ ഇത് ഫോട്ടോക്കാണ്. ഇതൊരു പൂവിലിട്ട് ഇത് ചെറിയ ഫിഷ് ടാങ്കില് ഫിഷ്. പിന്നെ ഇവിടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഇതൊക്കെയാണ് സച്ച് വരച്ചിരിക്കുന്നത് ആ ഗിഫ്റ്റ് ഷോപ്പിന്റെ അവിടെ അല്ലേ? കൊള്ളാലോ. പിന്നെന്താ എഴുതിയത്? ഓ ബാത്തു കേവിൽ പോയി, മുരുകന്റെ ടെമ്പിളിൽ പോയി. അത് പറഞ്ഞപ്പോഴാ സച്ചു ഞാൻ മുരുകൻ അമ്പലത്തിൽ കയറുന്ന പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ കുറച്ച് കഴിയുമ്പോഴേക്കും എന്നെ എടുക്ക് എന്ന് പറയുന്നു. പക്ഷെ സച്ചു കൂടെ നല്ല കുട്ടിയായിട്ട് ഫുൾ സ്റ്റെപ്സ് കയറി. അതെന്ത് എനർജി ആയിരുന്നു. ഓക്കെ, അപ്പൊ ജെൻഡിങ് ഹൈലൈനിൽ എന്താ ചെയ്തത്? ബാറ്റു കേസിൽ പോയി ജെൻഡിങ് ഹൈലൈൻ. ഇതൊക്കെ എന്താ വരച്ചാണ് സച്ചു? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. രണ്ടുമായാലും ചെറുമയില് ഇവിടെ മറ്റേ മുരുകന്റെ മറ്റേ ശൂലം പോലത്തെ സാധനം. പിന്നെ ഒരു സ്റ്റെപ്പ്. ഇത് ഇന്നത്തെ സമയത്ത് ഏതാണ് എഴുതിക്കോ. എയർപോർട്ടിൽ ഇരുന്നാണ് അപ്പൊ സബ്മിറ്റ് ചെയ്താൽ പോണത്. എഴുതിക്കോളൂ. അതെ, എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഗേറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഗേറ്റ് നമ്മുടെ ഫ്ലൈറ്റ് ഒരു ഇന്നത്തെ ടവർ ഏതാണ്? ആ ടവർ, KL ടവർ.
അപ്പൊ സച്ചിത ഇന്നത്തെ സമയത്ത് എഴുതിച്ചിട്ട് ഇങ്ങോട്ട് പൊക്കി നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന ഈ സാധനമാണ് അവരോട് ചോദിച്ചു അവിടെ വെച്ചിട്ട് മലയാളത്തിൽ പറ്റൂല. മലയാളത്തിലല്ല, പൊക്കത്ത് വെക്കാനുള്ള സ്ഥലവും ഇല്ല, അതിനെക്കാട്ടി കാർഗോ ഫ്രീ ആണ്. ചോദിച്ചത് അവിടെ കാർഗോയിൽ ഇടാൻ പറ്റുമോ? നമ്മളെ എറണാകുളത്ത് നമ്മുടെ കൊച്ചി വെച്ച് തന്നെ അവരെന്താണ് വിട്ടതിന്റെ കാര്യം അല്ല ഇവിടെ പ്രശ്നമുണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അല്ല യൂഷ്വലി ഇവർക്ക് കാർഗോ ഇല്ലാത്തോണ്ടിട്ട് ഇവർക്ക് ഇതിലേ വിട്ടാ മതി ശരിക്കും. നടക്ക്. എൻ്റെ ഓഫീസിലുള്ള ഒരു US റൊട്ടേഷനിൽ ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്ത്. ലാസ്റ്റ് ഒരു ആള് ഗേറ്റിന്റെ അവിടെ പോയി സംസാരിച്ചിട്ട് തിരിച്ചു വന്ന് നമ്മുടെ അടുത്ത് ഇരുന്നില്ലേ, അത്. P1 for immediate boarding. Thank you. വന്നെങ്കിൽ നല്ലായിരുന്നു. പോയി ഈ സാധനത്തിലേക്ക് കയറൂലേ, അതിന് മുമ്പേ ഈ ലൈഫ് ജാക്കറ്റ് ഇങ്ങനത്തെ സാധനമാണ്. ഫസ്റ്റ് ഈ ഹോളില് തലയൊക്കെ എഴുതണം, പിന്നെ ബെൽറ്റ് എഴുതണം കേട്ടാ. പിന്നെ ഈ സാധനമില്ലേ, ഇതിപ്പോ ഒരു കാര്യമുണ്ടോ ഈ സാധനത്തെ ഈ മലേഷ്യയിൽ തിരിച്ച് കൊച്ചിക്ക് പോവാൻ പോവാണ്. ഇന്നത്തെ സംയുക്തയില് സച്ചു KL ടവറും ടെൻ ഹോ ടെമ്പിളും ആണ് എഴുതിയതല്ലേ? ഈ ടെൻ ഹോ ടെമ്പിൾ എങ്ങനെ ഉണ്ടെന്ന് ഉള്ളത് പോലും ബഫക്ക് പോലും അറിയില്ല. സച്ചു അവിടെ ചൈനീസ് ലൈറ്റ്സ് ഒക്കെ ഇട്ട് ചൈനീസ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് വരക്കണം. ഇതൊക്കെ എവിടെ കൊണ്ടിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കണെന്നുള്ളത് ഈ മെമ്മറി. എന്നിട്ട് ആവശ്യമുള്ള പഠിക്കണ കാര്യത്തിന് സച്ചുവിന് ചിലപ്പോ ചോദിക്കുമ്പോ സച്ചു മറന്നുപോയെന്ന് കള്ളം പറയും. സച്ചുന് എന്നാ ഓർമ്മയുണ്ടത്? സച്ചു ഓർക്കാൻ ശ്രമിക്കണല്ലോ. സച്ചുനോട് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി, ഓർമ്മയില്ല. എന്താ ലഞ്ചിന് കറി സ്കൂളിൽ ഉണ്ടായിരുന്നേ, ഓർമ്മയില്ല അല്ലേ? അല്ലേ? എഴുതിക്കോ. എന്നാലും ഇത്രയും ആത്മാർത്ഥതയോട് ട്രാവലിങ്ങിന് പോകുമ്പോഴും സംയുക്ത എഴുതിയ സച്ചുനെ മിസ് അഭിനന്ദിക്കും. വരക്കാനുണ്ട്. വരക്കാൻ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണല്ലോ അല്ലേ? ഇനി എന്താ ആലോചിക്കുന്നേ? ചന്ദനത്തിരി കത്തിച്ചതാണ്. എന്റെ പൊന്നെ മോനാ, കൂടി പറയല. അതിന്റെ മുമ്പിലൊന്നും വരക്കാൻ സ്ഥലമില്ല. വെറുതെ ചുമ്മാ പറഞ്ഞത്. During evacuation, leave your hand luggage. If smoke is present, keep low and follow the path lights to the nearest exit as indicated. എന്തൊരു സാധനം ഉണ്ടല്ലോ അവിടെ. എയർപോർട്ട് റെസ്ക്യൂ ആൻഡ് സർവീസ് അതന്നെ.
എടാ ആ ഗെയിം കളിക്കാനോ? ഈ പെട്ടിയുടെ തന്നെ കുറച്ചുകൂടി വലിയ പപ്പ മേടിച്ചത്. എനിക്ക് ഗെയിം കളിക്കാൻ പറ്റൂല എന്നുള്ളത് പപ്പ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓക്കെ പൊട്ടിച്ചോളൂ. നല്ല ടേസ്റ്റ്. നീ എന്താ മറ്റേ ഹീറോസിക്കടെ ചാനലിൽ പഠിക്കണം? നല്ല ടേസ്റ്റ്. എല്ലാവരും ഫുഡ് ചെയ്യുമ്പോഴേക്കും ഉറങ്ങാൻ വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്യും. സച്ചു കഴിച്ചു. ഞാൻ പറഞ്ഞതാ ലൈറ്റ് ഓഫ് ആക്കും. പട്ടാണി, വറുത്ത സാധനം, കപ്പലണ്ടി, കടല, ഇത്ര ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളതെന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പത്തൊപ്പൊക്കെ പിന്നെ കോമ്പറ്റീഷൻ ഇല്ലല്ലോ. അതെ, തിന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അതിന് പകരം സച്ചിനെ ട്രെയിൻ ചെയ്യുന്നുണ്ടല്ലോ. വേണ്ടാന്ന് പറഞ്ഞതാ. അതാണ് വേണ്ടാന്ന് പറഞ്ഞത്. അപ്പത്തേട്ടൻ്റെ ഡ്രിങ്കില് ബാക്കിയുണ്ടായിരുന്ന ഐസും ഞാൻ സച്ചിൻ്റെ ലെമൺ ടീയും കൂടി മിക്സായി. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഔട്ട് ചെയ്തോ, കിടന്ന് ഉറങ്ങാം. ആസ് യൂഷ്വൽ അവന്റെ സമയം 1 മണിയായിരുന്നു. അതെ, 1 മണിയായി കഴിഞ്ഞാൽ അവനോട് ആരും പറയണം. തന്നെ ഉറങ്ങിക്കോളൂ. സച്ചു അങ്ങനെ കൊച്ചെത്തി. ഓക്കെ, എങ്ങനെ മനസ്സിലായി? ആന പുറകെ ആന
സച്ചി എത്തിന്ന് പറഞ്ഞപ്പോ എണീറ്റ് അപ്പൊ ആന സച്ചിന്റെ മുറുകിൽ കണ്ട ആനന്. അപ്പൊ നമ്മുടെ ഇത് ഇതാ 3 അല്ലേ ചേട്ടാ? ബെൽറ്റ് 2 ആണല്ലോ, AK039 അല്ലേ? എത്തി, കൊച്ചി എത്തി. ഇവിടെ ഇമിഗ്രേഷനിൽ പോവാണ്, അതുകൊണ്ട് വീഡിയോ ഓഫ്. ഇന്ത്യ ബലൂൺ അല്ലേ? ഓക്കെ. എവിടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ? ഓഫ്. എന്ത് കാറാണ് സച്ചു? ഈ കാറിന്റെ പൈസ ആണോ? മഹീന്ദ്രയുടെ മഹീന്ദ്ര ബട്ടർഫ്ലൈനെ പോലെ ഉണ്ടല്ലേ? ബട്ടർഫ്ലൈനെ പോലെ ഇല്ലേ? ഇങ്ങോട്ട് വാ. ഇതെന്താന്നറിയോ? എന്തിനാന്നറിയോ? ആനക്ക് കഴിക്കാൻ. ആനക്ക് കഴിക്കാൻ പറ്റുമോ? അല്ല നിനക്ക് കഴിക്കാൻ പറ്റുമോ? വർഷം സച്ചുടെ സ്കൂൾ ടീച്ചറിനോ മറ്റന്നാളെ കൊണ്ടേ കൊടുക്കാൻ സാധനം ആയല്ലേ ഇവിടെ? ഞങ്ങള് പറഞ്ഞത്. ഹലോ, കോഡുണ്ടോ? എടാ ഫോൺ തന്നെ കോഡ് നോക്കട്ടെ.